എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചും എന്ത് തോന്നിയവാസം പറഞ്ഞിട്ടും റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഒന്ന് എക്സ്പോസ് ചെയ്യാനാണ് ഞാൻ വന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഇവനൊരു അത്യാവശ്യം റീച്ചുള്ളൊരു യൂട്യൂബർ തന്നെയാണ്. ഒരു 42K സബ്സ്ക്രൈബേഴ്സ് ഉള്ള റേഞ്ചിൽ നിൽക്കുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസം അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു 3 യൂട്യൂബേഴ്സ് കാശ് മേടിച്ചിട്ടാണ് വീഡിയോകൾ ചെയ്തതെന്നും വിത്ത് പ്രൂഫാണ് ആശൻ വച്ചേക്കുന്നത്. ഭയങ്കര കോമഡിയാണ് ആ പ്രൂഫൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇവനെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. അത് പോരാഞ്ഞിട്ട് ഇവൻ ഇന്നലെ ആ യൂട്യൂബേഴ്സിൽ ഒരാളെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഇവനിങ്ങനെ ചെയ്തത്, അവൻ്റെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെച്ചോളൂ. അതിന് മുൻപായിട്ട് എനിക്ക് ഒരാൾക്കൊരു മറുപടി കൊടുക്കണം. ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 10K ഫാമിലി ആയ വിവരം, നമ്മുടെ കുടുംബം അങ്ങനെ 10,000 പേരിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ വിവരം എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതാണ്. അതിന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയാണല്ലേ നീ അനുമോളെ സപ്പോർട്ട് ചെയ്തത്, അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുമോളുടെ ഫാൻസുകാർ മുഴുവൻ നിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് മാറുമല്ലോ എന്ന രീതിക്കാണ് കമൻറ്റ് ചെയ്തത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ മഹത് വ്യക്തിയോട് എൻ്റെ ചോദ്യം. ഞാൻ കമൻറ്റിന് മറുപടി കൊടുത്തു, പക്ഷേ എനിക്കത് ഇവിടെയും പറയണമെന്ന് തോന്നി. കാരണം ചില ആൾക്കാരുടെയെങ്കിലും മനസ്സിലുണ്ടാവും എന്തിനാണ് അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്. തുടക്കം മുതൽ, ബിഗ് ബോസിൻ്റെ തുടക്കം മുതൽ ഒരു വ്യക്തികളെയും സപ്പോർട്ട് ചെയ്യാതെ, എനിക്ക് അറിയുന്ന വ്യക്തികൾ അതിനകത്ത് ഉണ്ടായിട്ട് പോലും, ഈവൻ അനുമോൾ ഉൾപ്പെടെ അറിയുന്ന ആൾക്കാരോട് ഉണ്ടായിട്ട് പോലും ഞാൻ അവർക്ക് വേണ്ടി ഒന്നും സംസാരിക്കാതെ വീഡിയോകൾ ചെയ്തിങ്ങനെ വല്ലപ്പോഴും മാത്രം വീഡിയോകൾ ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നെവിനും അനുമോളുമായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നതും, നെവിൻ അനുമോളുടെ ബെഡിലേക്ക് വെള്ളമോട് തൊഴിക്കുന്നതും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ ദിവസം മുതലാണ് ഞാൻ അനുമോളെ ഫേവർ ചെയ്ത് സംസാരിച്ച് തുടങ്ങിയത്. അതുവരെയും ആരെയും ഫേവർ ചെയ്തല്ല, കണ്ട കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നെവിൻ്റെ ഇഷ്യൂവിൽ പോലും അനുമോളെ ഫേവർ ചെയ്തത് ഇൻ ദ സെൻസ് ആ വിഷയമായിട്ട് അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഞാൻ വിചാരിച്ചു അനുമോൾ തന്നെയാണല്ലോ അതിജീവിച്ച് പോകുന്നത്. അങ്ങനെ റീ എൻട്രി സമയമായി ഒരു മാസീവ് അറ്റാക്ക് അനുമോൾക്ക് നേരെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഉള്ളൊരു ചിന്ത വന്നു, ഈ അറ്റാക്ക് ചെയ്തവരുടെ മുന്നിൽ അനുമോൾ കപ്പ് പിടിച്ച് നിൽക്കണം എന്നൊരു ആഗ്രഹം തോന്നി. വീഡിയോ ചെയ്യുന്നു, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു, അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതിന് അനുമോൾ ഫാൻസ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഫാൻസ് ആയിരിക്കും വരിക. അത് ക്വയറ്റ് നാച്ചുറൽ. അതല്ലാതെ ഒരാളെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് നിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടിയത് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിഷ്ടമുള്ള ഒരാളെ, അല്ലെങ്കിൽ എനിക്കവിടെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയൊരു മൊമെൻറ്റിൽ ഞാൻ സപ്പോർട്ട് ചെയ്തു. അത്രമാത്രമാണ് ആ ഒരു കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ അതെനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഈ ഒരുത്തൻ, അവൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, വിനു അനുമോൾക്ക് കാണിച്ച കണക്കിതാണ്, ഈ കണക്ക് കണ്ട് അനുമോൾ ഞെട്ടി. ഇതാണ് വീഡിയോയുടെ ടൈറ്റിൽ. അനുമോളും വിനുവും തമ്മിൽ തല്ല്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇവൻ്റെ മറ്റ് വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ് മിസ്ലീഡിങ്ങും അതിനകത്ത് വരുന്ന കോണ്ടൻറ്റ് യാതൊരു നിലപാടുമില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള സത്യവുമല്ലാത്ത കോണ്ടൻറ്റുകളാണ് ഇവൻ പടച്ചടച്ച് വിടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ടൈറ്റിൽ കണ്ടു, ലാലേട്ടനെതിരെ നിയമം നടപടിക്ക് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലാലേട്ടനെതിരെ നിയമം നടപടിക്ക് പോകും. ഇങ്ങനെയുള്ള റീച്ച് ആവാൻ എന്തും ചെയ്യണം, അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആവാം. ഞാൻ തന്നെ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ 3 വർഷമായിട്ട് ഇപ്പോഴാണ് ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ 10,000 ആളുകൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്നത്. അത് ഇതുവരെയും എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഇതുവരെയും സത്യമല്ലാത്തൊരു വാർത്തയും ഞാൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാളെയും തെറി പറഞ്ഞുണ്ടാക്കിയ ഒരു ചാനലല്ല ഇത്, ആരെയും വ്യക്തിഹത്യ ചെയ്തുണ്ടാക്കിയ ഒരു ചാനലല്ല ഇത്. ഓരോ കോണ്ടന്റ് എടുക്കുമ്പോഴും അവർ ചെയ്ത പ്രവൃത്തികളെ മാത്രമാണ് വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതല്ലാതെ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ അറ്റാക്ക് ചെയ്തോ ഒന്നുമല്ല നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ആരെയും ദ്രോഹിച്ചുണ്ടാക്കിയൊരു ചാനലല്ല ഇതെന്ന്. ചെയ്യുന്ന തെറ്റുകൾ വിളിച്ചു പറയുന്നു. ഇപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഒരിക്കലും ഒരു യൂട്യൂബർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, അതാണ് ഇവിടെ ഈ ഒരു യൂട്യൂബർ ചെയ്തേക്കുന്നത്. ഞാൻ അവൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അങ്ങനെ അവൻ പേരെടുക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത്ര നല്ലതല്ല. അതുകൊണ്ടാണ്. നമുക്ക് ആ മഹാൻ്റെ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഞാൻ വീഡിയോ ഒന്നും വെക്കുന്നില്ല, കേട്ട് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഒരു നിലപാടുമില്ലാത്ത, ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു യൂട്യൂബറാണ്. ഇവനെപ്പോലുള്ള ആൾക്കാരാണ് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെയും ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ലെവലിലേക്ക് പെരുമാറുന്നത്. നമുക്ക് എന്തായാലും ആശാന്റെ വീഡിയോ ഒന്ന് കണ്ട് പോവാം. കേട്ട് പോവാം. ഹായ് എവരിവൺ, ആദ്യം വിനുവിനോട് ഒരു കാര്യം പറയുകയാണ്. മോനെ വിനു, എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. നിന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നത്. അതുകൊണ്ട് ഇത് ഞാൻ 4 ആളിലേക്ക് എത്തിക്കും വിനു.
അതുകൊണ്ട് എനിക്ക് നിന്നെ അതായത് പേഴ്സണലി നിന്നോട് ഒരു ഇത്തിരി പോലും വെറുപ്പില്ല. നീ അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ എന്റെ പൊന്നു വിനോക്കെ. നീ ഞാൻ എന്തിനു പബ്ലിഷ് ചെയ്യുന്നു? ഇനി സീസൺ 8 വരാണ്ട് 9 വരാണ്ട് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, അനുമോൾ വിജയിച്ചത് PR കൊണ്ടെന്ന് അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. അതിനുശേഷം ഈ പറയുന്ന ബാക്കി ഒന്നാമത്തെ തെറ്റ്, അനുമോൾ പുറത്തിറങ്ങി നടക്കുന്നുകൊണ്ട്, അനുമോൾ അന്തസ്സായിട്ട് ഇനാഗുറേഷൻസിന് പോകുന്നുകൊണ്ട്, അനുമോളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്ന് അടുത്ത ദിവസം അനുമോളുടെ നാട്ടിലുള്ള സ്വീകരണത്തിന് പോയി. അതിനടുത്ത ദിവസം അനുമോൾ കോഴിക്കോട് പോയി. അത് കഴിഞ്ഞ് ആലുവയിൽ വന്നു. ഇന്ന് അനുമോൾ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അനുമോളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ആ കുട്ടിക്ക് കാശ് അത്യാവശ്യമാണ്, അതിൻ്റെ ഫാമിലി മുന്നോട്ട് പോകണമെങ്കിൽ കാശ് അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ പറയും നീ വീണ്ടും അനുമോളെ സപ്പോർട്ട് ചെയ്തല്ലേ? തീർച്ചയായിട്ടും, കാരണം അതിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എനിക്കറിയാം. അനുമോളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എനിക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരാളാണ്. സോ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അനുമോൾക്കെതിരെ അവർ പറഞ്ഞോട്ടെ. അനുമോൾ ചെവിക്കൊള്ളുന്നില്ല, അത് പല വീഡിയോയിൽ അനുമോൾ പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കെന്താ. അപ്പോൾ അതുകൊണ്ട് അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. ബാക്കി 22 കണ്ടസ്റ്റന്റും പുറത്താവാനുള്ള കാരണം വിനു അല്ലേ? അതുകൊണ്ട് ഇനി വരുന്ന സീസണിൽ വിനു കാരണം ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊന്നാര പ്രേക്ഷകരെ. അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ ഏഷ്യാനെറ്റിന് യാതൊരു എന്താ പറയുക വിലയില്ലേ? വിനു ആണോ ഏഷ്യാനെറ്റ്? വിനു വിചാരിച്ചാൽ 22 പേരെയും പുറത്താക്കാനായിട്ട് എന്തോടെ ഒരു സാമാന്യ ബോധം വേണ്ടേ? ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, എനിക്കത് പറയുന്നതിനോട് വിഷമമുണ്ട്. ഒട്ടും ശരിയല്ല മോനെ നീ പറയുന്നത്. വിനു അല്ല ഏഷ്യാനെറ്റ്. വിനു വിചാരിച്ചാൽ 22 കണ്ടസ്റ്റൻസിനെയും പുറത്താക്കാൻ പറ്റുമെന്ന് ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ അതിന് എന്താ മറുപടി വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ മസ്റ്റ് ആയി ഫുൾ ആയി കാണണം. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാതെ, ഈ വിനുവിന്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഇത് നീ അയച്ചത്? ഞാൻ ചെറിയ യൂട്യൂബർ അല്ലേ? നീ വലിയ സായിയെ പോലെയുള്ള വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക, അവരല്ലേ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ എന്നോട് ആ ചങ്ങായി പറഞ്ഞത്, സായിയുടെ പേര് പറഞ്ഞില്ല, ആ ചങ്ങായി എന്നോട് പറഞ്ഞത്, ഞാൻ 2-3 വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു. അവരാരും ഈ സംഗതി പുറത്ത് വിടുന്നില്ല. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് ചെയ്യുമെന്നും നെഗറ്റീവ് കമന്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നീയാണ് ധൈര്യശാലി. സായിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു. പിന്നെ ഇവന്റെ കാഴ്ചപ്പാടിൽ സായിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ യൂട്യൂബർ. സായിക്കപ്പുറം മറ്റൊരാളില്ല എന്നാണ് ആശാന്റെ ചിന്ത. കാരണം ഈ വീഡിയോയ്ക്കകത്തും അവന്റെ അടുത്ത വീഡിയോ, പക്ഷെ ആ വീഡിയോ നിങ്ങൾ ഇപ്പോൾ പോയി നോക്കിയാൽ കാണാൻ പറ്റില്ല, അവൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്തും സായി എന്ന് ഒരു 1000 പ്രാവശ്യം 1000 ഇല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ കാഴ്ചപ്പാടിൽ സായിയാണ് ഏറ്റവും വലിയ യൂട്യൂബർ. അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവൻ പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇവനൊരു 3 യൂട്യൂബേഴ്സിന്റെ പേര് പറയുന്നുണ്ട്, അതാണ് ബഹുരസം. കേൾക്കാൻ പറ്റും. ഒരു കാര്യം പറയാണ് അനുമോളെ സ്നേഹിക്കുന്നവരോട്, എന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് അനുമോളെ വിമർശിച്ചും അനുമോളെ പോസിറ്റീവ് പറഞ്ഞിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മോന്റെ ജെന്യൂനിറ്റി ഞാൻ ഇപ്പോൾ തീർത്ത് തരാം, ബാക്കി കൂടെ കേട്ടിട്ട്. പ്രേക്ഷകരെ, എനിക്ക് ആ ഫ്രണ്ട് അയച്ചു തന്ന ലിസ്റ്റ്, അതായത് വിനു ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റ് ആണ്. ഓക്കെ, മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ച് തരാം. നമുക്ക് ഈ കണക്കുകളെ കുറിച്ച് ഇവൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റ് ആണ്. ഓക്കെ, മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ച് തരാം. ഹോസ്പിറ്റലിലേക്ക് 38,500 രൂപയാണ് വിനുവിന്റെ ലിസ്റ്റിൽ. എന്താണ് ഹോസ്പിറ്റൽ? എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി യവന്മാരെ വോട്ട് പിടിച്ചു. ഇപ്പോൾ 2 മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് 2-3 പയ്യന്മാരാണ് വെച്ച് പോകുന്നത്. അവരുടെ സാലറി, അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ്. എന്തിന് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. OTP കൊടുത്ത് അവിടെയുള്ള ആരെങ്കിലും സാധാരണക്കാരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും, ഒരു പ്രാവശ്യം ഫോൺ തരോ, ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നു. അതിന് ചെയ്യുമാർക്കുള്ള പൈസ അതിനാണ് വിനു 38,500 ഇട്ടത്. ഓക്കെ, പിന്നീട് വരുന്നത് കമന്റിനാണ്. 1,28,000 രൂപ. കമന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോൾ വിനുവിന്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം. അപ്പോൾ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം, അനു എന്നൊക്കെ പറഞ്ഞു. അതാണ് വിനുവിന്റെ മാസ്റ്റർ മൈൻഡ്. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, മൂന്നാമതായി റീചാർജ്. എത്ര? 15,650 ആണ് വിനു പറയുന്ന റീചാർജിന്റെ ചെലവ്. അതായത് ഇപ്പോൾ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ, അപ്പോൾ അവരുടെ സിം എന്തെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവും. അപ്പോൾ റീചാർജ് ചെയ്തിട്ടാണ് അനുമോൾ വോട്ട് പിടിച്ചത്. ഓക്കെ, അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് ഒരു കാര്യം, അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യം നമ്മൾ പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത്? ആ കാര്യം കൂടി ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അതിനുശേഷം രാജ് ടാർസിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുത്തിട്ടില്ല. അതിനൊക്കെ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നത് അതുൽ 50,000 രൂപയാണ്. അതുൽ ഫോക്സിൽ ചങ്ങായിക്ക് 50,000 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചാനൽ, പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചാനൽ, യുമാർക്ക് മൊത്തത്തിലായി 2,50,000 രൂപയാണ്. എടാ, യൂട്യൂബിൽ ചെറിയൊരു ചാനൽ എന്ന് പറയുമ്പോൾ നമ്മളും വരുമല്ലോ. കാരണം നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിനുവിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞാൻ പോയി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് PR എമൗണ്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പക്ഷേ തരേണ്ടതല്ലേ, തന്നിട്ടില്ലല്ലോ. അതെന്താ തരാത്തത്? അപ്പോൾ എനിക്കത് വിനുവിനോട് ചോദിക്കണമല്ലോ. അത് മോശമല്ലേ കാണിക്കുന്നത്? യൂട്യൂബേഴ്സ് എല്ലാവർക്കും കൊടുത്തേക്കില്ല, അപ്പം എന്തേ തരാത്തത്? എൻ്റെ പൊന്നു മോനെ, നിനക്ക് ലെവലേശം ബോധം ഉണ്ടെങ്കിൽ നീ ഇമാതിരി ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. ബാക്കി കേൾക്കാം. അതിനുശേഷം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹിന്ദി ഇവർ അതായത് ഈ വോട്ട് മറിച്ചിട്ടുണ്ട്. തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത്. അതിന് 3 ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത്. അതിനുശേഷം വിനുനും വിനുന്റെ സ്റ്റാഫിനുമായിട്ട് 4 ലക്ഷം രൂപയാണ് വിനുന്റെ കണക്ക്. മൊത്തത്തിൽ 16,82,150 രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിലുള്ളത്. സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടി ലിസ്റ്റ് കണ്ടിട്ട്. അനുമോൾ ഞെട്ടിയിട്ടേ, അനുമോൾ ബോധം വരാൻ 2 മണിക്കൂർ എടുത്തെന്നാണ് പറഞ്ഞു കേട്ടത്. ഇജാതി സ്ക്രിപ്റ്റ് എഴുതുന്നത് നിന്റെ തലയുണ്ടല്ലോ മോനെ, നീ മറ്റേ ഐസ് കട്ടയ്ക്കകത്ത് ഇട്ട് വെക്കണം, അല്ല ഐസ് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം, ദ്രവിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി. സമ്മതിക്കണം കേട്ടോ. ഇമാതിരി സ്ക്രിപ്റ്റ്
നിന്നെക്കൊണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വേറൊരു വീഡിയോ വന്നപ്പോഴാണ് കോമഡി. അതിനകത്ത് ഞാൻ അത് എടുത്ത് വെച്ചിട്ടില്ല വീഡിയോ. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ കാണുന്നില്ല, അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വീഡിയോനെ റിയാക്ട് ചെയ്തുകൊണ്ട് 1-2 യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. ഗോപ്രോ മച്ചാനും, ഞാൻ ഗോപ്രോയുടെ ചാനലാണ് ഇത് ആദ്യം കാണുന്നത്. പക്ഷേ എനിക്ക് ഗോപ്രോയുടെ ചാനൽ കണ്ടപ്പോൾ അത് ഒരു സർക്കാസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്, അല്ലാണ്ട് സീരിയസ് ആയിട്ട് ഒരു മാറ്ററായിട്ടല്ല സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആൾക്കാരാണല്ലോ, നമ്മുടെ പ്രേക്ഷകരാണല്ലോ, അവർ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് രാജ് ടോക്സ്, രാജേട്ടൻ, അതുപോലെ അതുൽ വ്ളോഗ്സിൽ അതുൽ, സമ്മർ മീഡിയ, ഇവരെല്ലാം അറ്റ് ദ എൻഡ് അതുലും രാജ് ടോക്സും തുടക്കം മുതലേ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനുമോളോടുള്ള ഇഷ്ടം കൊണ്ട് സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. 5 പൈസ അവർ മേടിച്ചിട്ടില്ല. രാജേട്ടൻ ഇടയ്ക്ക് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് സത്യമായിട്ട് ഞാൻ 5 പൈസ മേടിച്ചിട്ടില്ല എന്ന്. അതുവരെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. സമ്മർ മീഡിയ, അതുപോലെ സമ്മർ മീഡിയ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ചാനലാണ്. അദ്ദേഹം ഏറ്റവും അവസാനം ഈ പറയുന്ന റീ എൻട്രി സമയത്ത് ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് സമ്മർ മീഡിയയും അനുമോൾക്ക് അനുകൂലമായിട്ട് വീഡിയോകൾ. അത് കാരണം വേറെ ഒന്നുമല്ല, ആ സമയത്ത് വേറെ കോണ്ടന്റ് ഇല്ല. ടോർച്ചർ ചെയ്ത ആളുടെ കൂടെ നിൽക്കണോ അതോ ടോർച്ചർ ചെയ്യപ്പെട്ട ആളുടെ നിൽക്കണോ? നിങ്ങൾ പറ, നമ്മൾ ആരോട് നിൽക്കണം? നിങ്ങളാണെങ്കിൽ ആരോട് നിൽക്കും? അതേ ഇവരെല്ലാവരും ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് അതിലും രാജ് ടോക്സ് മാത്രമാണ് തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്ത് വന്നത്. സമ്മർ മീഡിയ അങ്ങനെ ചെയ്തിട്ടില്ല. സമ്മർ മീഡിയ ആദ്യം മുതലേ നിഷ്പക്ഷമായിട്ട് വീഡിയോകൾ ചെയ്ത ഒരാൾ തന്നെയാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് കേട്ടോ. അവസാനമാണ് ഈ ഒരു ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്താണ് അനുമോളെ ഫേവർ ചെയ്ത്, അല്ലെങ്കിൽ ആ സമയത്ത് ഇഷ്യൂ അങ്ങനെ ആയതുകൊണ്ട് ആ ലെവലിൽ സംസാരിച്ച് പോയത്. അതിന് 5 ലക്ഷം രൂപയൊക്കെ മേടിച്ചെന്ന് പറയുന്നത് എന്ത് തോന്നിവാസമായി പറയുന്നത്. ശരിക്കും യൂട്യൂബേഴ്സിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത ലെവലാണ് ഇവൻ വീഡിയോ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇവൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അതുലിനെ വിളിച്ചു. ഇവൻ്റെ രണ്ടാമത്തെ വീഡിയോ പ്രൈവറ്റ് ആക്കിയല്ലോ. ആ വീഡിയോയ്ക്ക് അത് ഇവൻ പറയുന്നുണ്ട്, അതുലെ നിനക്ക് നീ വീഡിയോ, അതുലിവൻ്റെ തന്തയ്ക്കും ഒക്കെ വിളിച്ചു. ഞാൻ അതിനകത്ത് തെറ്റ് പറയില്ല കേട്ടോ, കാരണം അത്രമാത്രം അതിൽ ഹേർട്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വേറൊരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, രണ്ടാമത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, അവർ ഇന്നലെ അതിലിനോട് പിണങ്ങിപ്പോയി എന്നുള്ളതാണ്, ഈ ഒരൊറ്റ കാരണം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരാൾ ആരോപിക്കുമ്പോൾ, അതിൻ്റെ പേരിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ, പിണങ്ങി പോകുമ്പോൾ, ഒരു തെറ്റും ചെയ്യാതെ പിണങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. അതൊരിക്കലും ഇവനെപ്പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അത് എത്രമാത്രം ഹേർട്ടാവും എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ആ ബ്രേക്ക് ഉണ്ടായതിൻ്റെ പേരിൽ നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ അതിനോട് സംസാരിച്ചു. ഞാനും അതുലിനെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. ആ അതുലിനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് ഞാൻ അതുലിനെ വിളിച്ചപ്പോൾ അതിനെ കിട്ടിയില്ല. അതുലിനെ ഞാൻ തിരിച്ചു വിളിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ അത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ട്. അത്രമാത്രം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ വീഡിയോ അതുലിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അതിൽ പറയുന്ന, ബ്രോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ 50,000 രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 മാസം ബിഗ് ബോസിൻ്റെ സമയത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതുലിനെ പോലൊരു യൂട്യൂബർക്ക് ഇപ്പോൾ ഏകദേശം 200K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് കണ്ടിന്യൂസ് 3 മാസം ബിഗ് ബോസിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത് മിനിമം ഒരു വീഡിയോ ചെയ്താൽ പോലും എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ടിൻ്റെ ഒരു ഗ്രാഫ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് ഒരു വീഡിയോ ചെയ്യുന്ന ആളുടെ കാര്യം പറയുന്നത്. ഒരു ദിവസം 2, 3, 4 വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, ഈ 50,000 വാങ്ങിച്ചിട്ട് അതുലിന് 3 മാസം കിടന്ന് പണിയെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ എനിക്ക് അത് എങ്ങനെ പറയണമെന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ എങ്ങനെ ഇത് പറയാൻ തോന്നി? അവൻ്റെ റീച്ചിന് വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഇവൻ ഈ വീഡിയോ ചെയ്തത് നിൽക്കണ്ടേ? ഇവൻ അതിനോട് തന്നെ പറയുന്നത്, അതുലിൻ്റെ ചാനലിനകത്ത് ഒരു 18 മിനിറ്റുള്ള ഒരു ഓഡിയോ ഉണ്ട്, ഇവരുടെ കോൺവെർസേഷൻ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവൻ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവൻ അടുത്ത സീസണിൽ ബിഗ് ബോസിൽ പോകണം, ഇതാണ് ഇവൻ്റെ ആഗ്രഹം, ഇവൻ്റെ ആവശ്യം. ഒരു നിലവാരമില്ലാത്തവർക്ക് പറ്റുന്നൊരു ഷോ ആണോ ബിഗ് ബോസ്? ഇവൻ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അല്ല, എന്ത് കോൺട്രവേഴ്സി, എന്ത് വള്ളി പിടിച്ചിട്ടാണെങ്കിലും ബിഗ് ബോസ് കയറണം. എന്നിട്ട് ഇവർക്ക് ഓഫർ ചെയ്യാണ്. രാവിലെ അതുൽ സംസാരിക്കുന്ന സമയത്ത് അതുലിൻ്റെ കൂടെ വേറെ 2 യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. ഇവൻ അങ്ങോട്ട് വിളിച്ചാട്ടോ. ഇവൻ്റെ രണ്ടാമത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതുൽ ഇവനെ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന്. പക്ഷേ ഇവൻ അങ്ങോട്ട് വിളിച്ചതാണ്. ഇവർ വേറെ കോളിലായിരുന്ന സമയത്ത്. ആ സമയത്ത് ഇവൻ പറയാണ്, ബ്രോ എൻ്റെ പേരിൽ വീഡിയോ ചെയ്തോ, എൻ്റെ പേര് പറഞ്ഞ് തന്നെ വീഡിയോ ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് ഓഫർ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആശാൻ കാശിൻ്റെ ഹുങ്ക് കാണിക്കുന്നതാണോ ഇത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല, എന്താണ് ഈ ആൾക്കാർ ഇങ്ങനെ മാന്യമായിട്ട് വീഡിയോ ചെയ്ത് പോകുന്നവരെ പോലും പറയിപ്പിക്കാൻ വേണ്ടി കുറേ എണ്ണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവൻ്റെ ഒരു ഓഡിയോ കേൾക്കാം. ഇവൻ്റെ കൺകണ്ട ദൈവമായിട്ട് എനിക്ക് തോന്നുന്നത് സായിയെ ഇവൻ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ഒരു ഓഡിയോ ഉണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഹലോ, നമസ്കാരമുണ്ട് സായി ബ്രോ. പിന്നെ സായി ബ്രോ ഒരു ഹെൽപ്പ് ചെയ്യോ? എന്ത് പറഞ്ഞില്ലേ, പ്ലീസ് സായി ബ്രോ, എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൻ്റെ നിങ്ങൾ സ്റ്റെപ്പ് പറഞ്ഞുതരോ? പൈസ എത്ര ചിലവായാലും കുഴപ്പമില്ല. ആരൊക്കെയാണ് ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് അങ്ങനെ കയറി പോകാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പ്ലീസ് ബ്രോ, പ്ലീസ്. എന്ത് പറഞ്ഞില്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ ബ്രോ. നമുക്ക് കാസർഗോഡായിട്ട് ആകെ നമ്മളാരും മൈൻഡാക്കൊന്നുമില്ല, നമ്മളെ നാട്ടുകാർ, മനസ്സിലായില്ല. അപ്പോൾ ബ്രോ ചെറിയൊരു സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാലില്ലേ ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്താണ്.
പ്ലീസ് ബ്രോ പ്ലീസ് ഒരു ഹെൽപ്പ് ചെയ്യോ. എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കുറേയധികം ആൾക്കാർ അവിടെ പോയിട്ട് അതുലിനെ ആയിക്കോട്ടെ, രാജേട്ടനെ ആയിക്കോട്ടെ, സമ്മർ മീഡിയ ആയിക്കോട്ടെ തെറി പറയാണ്. 44,000 ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവൻ്റെ ഈ കള്ളം കേട്ടിട്ട് കുറേ പേര് അതുലിൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു, കുറേ പേര് രാജേട്ടൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു, സമ്മർ മീഡിയ അൺസബ്സ്ക്രൈബ് ചെയ്തു. ഇവൻ ഈ കള്ളം കേട്ടിട്ട് എത്രമാത്രം എന്താ പറയുക നിലവാരമില്ലാത്ത ഒരുത്തനാണെന്ന്. ഇവനെയൊക്കെ വിശ്വസിച്ച് ഇവൻ്റെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ കേൾക്കുന്ന മുഴുവൻ കള്ളങ്ങൾ. ആ കള്ളങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേട്. എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അവരോട്, സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെയെന്ന്. എന്ത് ചെയ്തും വൈറലാവുക, എന്ത് ചെയ്തും റീച്ച് ഉണ്ടാക്കുക. മോശമാണ് മോനെ, മോശം, വളരെ മോശമാണ്. ഞാൻ നിൻ്റെ പേര് പറയാത്തത് നിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.